PSC ക്രമക്കേട് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെ യുവമോർച്ച സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. മാർച്ച് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. തുടർന്ന് ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ മറിച്ച് ഏത് വെല്ലുവിളിയെയും അതിജീവിക്കുവാൻ, ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുവാൻ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ക്ലിഫ് ഹൌസിന് വെളിയിലിറങ്ങില്ല. ഈ തൊണക്കുട്ടന്മാർ മാത്രം മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ്. കേരളത്തിലെ PSCയുടെ തട്ടിപ്പ് ഇവിടെ പുറത്തു വരികയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ പ്ലാനിംഗ് ബോർഡ് ചീഫ് എക്സാം, KS പോലെ സെക്രട്ടേറിയറ്റ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന പരീക്ഷ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ. അതിൽ 58 ചോദ്യങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല. മറിച്ച് PSC അവിടെ തീരുമാനിക്കുന്നത് ഇടതുപക്ഷത്തിൽപ്പെട്ടവർ അവർ ഈ പരീക്ഷയിൽ വിജയിക്കണം, അവർ ഉദ്യോഗാർത്ഥികളായി മാറണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കൾ PSCയുടെ ഉദ്യോഗം കാത്ത് പ്രതീക്ഷിക്കുന്ന ആ ചെറുപ്പക്കാർ അവർ സംശയം തോന്നിയപ്പോൾ അവർ വിവരാവകാശ നിയമം എടുക്കുന്നു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആൻസർ പേപ്പർ അവർ വാങ്ങുകയാണ്. അപ്പോഴാണ് ആ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകുന്നത് 18 ചോദ്യങ്ങൾ, അവരുടെ 18 ചോദ്യങ്ങൾ അത് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല. ആരെ സംരക്ഷിക്കാൻ വേണ്ടി? PSCയുടെ എല്ലാ വിശ്വാസതയും ഇല്ലാതാക്കുന്ന നിരന്തരമായ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ ക്രിമിനലായ, തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ക്രിമിനലായവർ PSC പരീക്ഷയിൽ, പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ 1ാം റാങ്കിൽ വന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSCയുടെ എല്ലാ പരീക്ഷാക്രമക്കേടുകളും അന്വേഷിക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? അതോ LDFനെ നിങ്ങളുടെ ഘടകകക്ഷിയായ ഇന്നലകളിൽ അവർ ഡൽഹിയിൽ പോയി നിന്ന് ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചു. ജോൺ ബ്രിട്ടാസ് വിളിച്ച മുദ്രാവാക്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഏറ്റുവിളിച്ചത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSCയുടെ ക്രമക്കേട് ആ വിദ്യാർത്ഥികൾ വിവരാവകാശ നിയമം അനുസരിച്ച് എടുത്ത PSC ക്രമക്കേട് വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെയുള്ള യുവമോർച്ച സംഘടിപ്പിച്ച മാർച്ച് പുരോഗമിക്കുകയാണ്. BB ഗോപകുമാർ MLA മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.